പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം ഒബാദ്യയുടെ പുസ്തകം 1-ാം അധ്യായം 18-ാമത്തെ തിരുലിഖിതമാണ്. യാക്കോബിൻ്റെ ഭവനം അഗ്നിയും ജോസഫിൻ്റെ ഭവനം തീജ്വാലയുമായിരിക്കും, ഏസാവിൻ്റെ ഭവനം വൈക്കോലും. പ്രൈസ് ദി ലോർഡ്. യാക്കോബിൻ്റെ ഭവനം അഗ്നിയും ജോസഫിൻ്റെ ഭവനം തീജ്വാലയും ഏസാവിൻ്റെ ഭവനം വൈക്കോലുമായിരിക്കും. അപ്പൊ ഏസാവിൻ്റെ സ്ഥിതി എന്താ? ഏസാവിൻ്റെ ഭവനത്തിൻ്റെ സ്ഥിതി എന്താ? അഗ്നിജ്വാലയിൽ വൈക്കോല് കത്തിപ്പോകും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യാക്കോബിൻ്റെ ഭവനം തീജ്വാല, ജോസഫിൻ്റെ ഭവനം അഗ്നി, ഏസാവിൻ്റെ ഭവനം വൈക്കോല്. ഈ കഴിഞ്ഞ 10-15 വർഷത്തെ പൗരോഹിത്യ ജീവിതത്തിലെ ശുശ്രൂഷകളിൽ അനേകം ക്രിസ്തീയ കുടുംബങ്ങളെ കാണാൻ എനിക്കിട വന്നിട്ടുണ്ട്. ആ കുടുംബങ്ങളുടെ സ്ഥിതി എന്തെന്നറിയോ? അടുപ്പിനകത്തുനിന്ന് വലിച്ചെടുത്ത തീക്കമ്പ് പോലെയാണ് അവർ, വിറക് കമ്പ് പോലെയാണ് അവരുടെ അവസ്ഥ. ബൈബിളിൽ അതിനെക്കുറിച്ച് പറഞ്ഞെങ്ങനെയാണ്? നിങ്ങളിൽ ചിലർ അടുപ്പിൽ നിന്നും വലിച്ചൂരിയെടുത്ത വിറക് കമ്പ് പോലെ, എല്ലാം കത്തിക്കരിഞ്ഞു പോകുന്ന അവസ്ഥ. എന്ത് കിട്ടിയാലും കത്തിക്കരിഞ്ഞു പോകുന്ന അവസ്ഥ. എന്തോ ഒരു അഗ്നി എല്ലാം ദഹിപ്പിച്ച് കളയുന്ന അവസ്ഥ കുടുംബത്തിൽ. ആരൊക്കെ സഹായിച്ചാലും ആരൊക്കെ ഉപദേശിച്ചാലും ശരി, അഗ്നിയിൽ കത്തിക്കരിഞ്ഞു പോകുന്ന കുടുംബങ്ങൾ. ദാരിദ്ര്യത്തിൻ്റെ അഗ്നിയിൽ, വലിയ തരത്തിലുള്ള തിന്മയുടെ അഗ്നിയിൽ, നിരീശ്വര ചിന്തയുടെ അഗ്നിയിൽ, ദൈവനിഷേധത്തിൻ്റെ അഗ്നിയിൽ, പാപത്തിൻ്റെ അഗ്നിയിൽ കത്തിക്കരിഞ്ഞു പോകുന്ന കുടുംബങ്ങൾ. അവരെ സഹായിക്കാൻ വേണ്ടി ബന്ധുക്കളും മിത്രങ്ങളും 1 ലക്ഷവും 10 ലക്ഷവും 50 ലക്ഷവും 1 കോടിയൊക്കെ കൊടുക്കുന്നുണ്ട്. അതും കത്തിക്കരിഞ്ഞു പോവുകയാണ്. നിങ്ങളിൽ ചിലർ കത്തുന്ന അടുപ്പിൽ നിന്നും വലിച്ചൂരിയെടുത്ത വിറക് കമ്പ് പോലെ. അന്നെല്ലാം ആ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്, കണ്ണുനീരൊഴുക്കിയിട്ടുണ്ട്. പക്ഷേ ചില കുടുംബങ്ങളിൽ നമ്മൾ എത്ര കണ്ണുനീരൊഴുക്കിയിട്ടും ഒരു വ്യത്യാസം വരുന്നില്ല. അപ്പൊ അതിനെക്കുറിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു, ദൈവമേ എന്താണ് കാരണം? അപ്പോൾ ഒബാദ്യയുടെ പുസ്തകത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് ഒരു ദൂത് നൽകുകയാണ്. ഒബാദ്യയുടെ പുസ്തകത്തിൽ പറയാണ്, 2 തരത്തിലുള്ള ദൈവമക്കളുണ്ട്. ഒരു കൂട്ടര് അഗ്നി പോലെയാണ്, അവർ കത്തിജ്വലിക്കും. മറ്റൊരു കൂട്ടര് ആ അഗ്നിയിൽ ചാമ്പലായി പോകുന്നവർ. ഹല്ലേലൂയ. ജോസഫിന്റെ ഭവനം അഗ്നിജ്വാല, ജോസഫിന്റെ ഭവനം അഗ്നി, ഏസാവിന്റെ ഭവനമോ വൈക്കോല്. എന്താണ് ഈ കുടുംബങ്ങൾ ഇങ്ങനെ രൂപാന്തരപ്പെടാൻ കാരണം? അതിനെക്കുറിച്ച് ഒബാദ്യയുടെ പുസ്തകം 1-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. ഈ യാക്കോബിന്റെ ഭവനത്തിനൊരു പ്രശ്നമുണ്ടായി. യാക്കോബിന്റെ ഭവനത്തിലെ മക്കൾ പാപം ചെയ്ത്, അങ്ങനെ പാപം ചെയ്തതിന്റെ പരിണതഫലമായി യാക്കോബിന്റെ ഭവനത്തിലെ മക്കളെ നാശത്തിന് ദൈവം വിട്ടുകൊടുത്ത്. അങ്ങനെ യാക്കോബിന്റെ ഭവനത്തിലെ മക്കളുടെ മേൽ നാശം പിടികൂടി. പ്രയാസം, ബുദ്ധിമുട്ട്, തകർച്ച, കടബാധ്യത, ഇങ്ങനെയുള്ള ഓരോ നാശങ്ങൾ ആ കുടുംബത്തിൻ്റെ മേൽ പിടികൂടി. ആ സമയത്ത് ശത്രുക്കൾ വന്ന് ആക്രമിച്ച് ഈ യാക്കോബിന്റെ ഭവനത്തിന് തകർച്ച നൽകി. അങ്ങനെ ശത്രുക്കളുമായുള്ള പോരാട്ടത്തിൽ യാക്കോബിന്റെ ഭവനം തോറ്റ് തുന്നമാടി തറപറ്റിയപ്പോൾ പ്രാണരക്ഷാർത്ഥം ഈ കുടുംബാംഗങ്ങൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ ഈ ഏസാവിൻ്റെ കുടുംബം എന്ത് ചെയ്യുന്നറിയാവോ? യാക്കോബിൻ്റെ മക്കള് രക്ഷപ്പെടാൻ വേണ്ടി ഓടുന്ന സമയത്ത് ഏസാവിൻ്റെ മക്കള് അവരെ പിടിച്ചു നിർത്തി ശത്രുക്കൾക്ക് ഏൽപ്പിച്ചു കൊടുത്തു. മാത്രമല്ല, ചില ആളുകൾ രക്ഷപ്പെടാൻ വേണ്ടി ഓരോ ഗുഹയിൽ പോയി ഒളിച്ചിരുന്നവരെ ഈ ശത്രുക്കളെ വിളിച്ച് കൊണ്ടുവന്ന് ഇതാ ഇവിടെ ഇരിപ്പുണ്ട്, അതാ അവിടെ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞ് ഇതെല്ലാം കാണിച്ചു കൊടുത്ത്. അങ്ങനെ അവർ വലിയ നാശം അനുഭവിക്കേണ്ടി വന്നു. മാത്രവുമല്ല, 3ാമതൊരു അകൃത്യം അവർ ചെയ്തു. അവർ ചെയ്ത അകൃത്യം എങ്ങനെയാണ്? യാക്കോബിന്റെ ഭവനം തകർച്ചയ്ക്ക് വിധേയമായപ്പോൾ ഈ ഏസാവിൻ്റെ മക്കൾ കയറി ഇവരുടെ വസ്തുവകളെല്ലാം കൊള്ളയടിച്ച്. ഇപ്പം നമ്മുടെ അടുത്ത് ഒരു കെട്ടിടത്തിൽ തീ പിടിച്ച് അല്ലെങ്കിൽ ഒരു അപകടം ഉണ്ടായെന്ന് വിചാരിക്കുക. അപ്പം നിങ്ങൾ സൂത്രം നോക്കി ഇത് തന്നെ തക്കെന്ന് വിചാരിച്ച് ആ കടയിൽ ചെന്ന് സാധനങ്ങളൊക്കെ എടുത്തിട്ട് പോന്നാലോ?
അതുപോലെയാണ് ഇവിടെ സംഭവിച്ചത്. ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. അങ്ങനെ ഒരു വണ്ടി അപകടം വന്നപ്പോൾ അങ്ങനെ അവർ പ്രാണരക്ഷാർത്ഥം അവർ പരിശ്രമിക്കുന്ന സമയത്ത് നിങ്ങളിൽ ചിലർ ദുഷ്ടലാകൂടെ ചെന്ന് ആ സ്വർണവും ആ വലിയ വിലപിടിപ്പുള്ള വാച്ചും ആ മൊബൈൽ ഫോണൊക്കെ എടുത്തുകൊണ്ട് പോന്നാലോ അപകടപ്പെട്ട സ്ഥലത്ത് നിന്ന്. ഏതാണ്ട് അതേപോലെ മനസാക്ഷിയില്ലാത്ത പ്രവർത്തനമാണ് ഈ ഏസാവിൻ്റെ മക്കള് യാക്കോബിൻ്റെ മക്കളോട് ചെയ്തത്. ഹല്ലേലൂയ. അവര് യാക്കോബിൻ്റെ മക്കളെ ശത്രു സൈന്യം തകർത്തപ്പോൾ ഏസാവിൻ്റെ മക്കൾ ചെന്ന് ഇവരുടെ വസ്തുവകളെല്ലാം കൂടെ വലിച്ച് അവരുടെ ദേശത്തേക്ക് കൊണ്ടുപോയി, കൊള്ളയടിച്ച് കൊണ്ടുപോയി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കിട്ടിയത് ലാഭം എന്ന് വിചാരിച്ച് പ്രകൃതിക്ഷോഭത്തിൻ്റെ സമയത്തും അതുപോലെ ഏതെങ്കിലും കുടുംബം തകരുന്ന സമയത്ത്, വണ്ടി അപകടം ഉണ്ടാകുന്ന സമയത്ത് അവരുടെ വസ്തുവകകൾ വലിച്ച് നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് വെക്കരുത്. അങ്ങനെ നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചാൽ നിങ്ങളുടെ മക്കള്, നിങ്ങളുടെ കുടുംബം ഇന്നല്ലെങ്കിൽ നാളെ കത്തുന്ന അടുപ്പിൽ നിന്ന് ഊരിയെടുക്കുന്ന വിറക് കമ്പ് പോലെ നശിച്ചു പോകും എന്ന് തിരുലിഖിതം പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ഈ ജനത്തിന് ഇത്രമാത്രം കഷ്ടത വരാൻ കാരണം ഓബാദ്യയുടെ പുസ്തകം 1:12 പഠിപ്പിക്കുകയാണ്, നിന്റെ സഹോദരൻ്റെ കഷ്ടതയുടെ നാളിൽ നീ ഗർവോടെ സന്തോഷിക്കരുതായിരുന്നു. ദൈവം അങ്ങേയറ്റം വെറുക്കുന്ന ഒരു പാപമാണ് നമുക്കിഷ്ടമില്ലാത്ത ഒരു കുടുംബം നശിക്കുമ്പോൾ, നമുക്ക് താല്പര്യമില്ലാത്ത ഒരു പാർട്ടി നശിക്കുമ്പോൾ, നമുക്ക് താല്പര്യമില്ലാത്ത ഒരു ജനത നശിക്കുമ്പോൾ അവരുടെ നാശത്തിൽ നാം സന്തോഷിക്കരുത്. ഹല്ലേലൂയ. നമുക്കിഷ്ടമില്ലാത്ത കുടുംബങ്ങളും ഇഷ്ടമില്ലാത്ത ജനതകളും ഇഷ്ടമില്ലാത്ത പാർട്ടികളും ഇഷ്ടമില്ലാത്ത പ്രസ്ഥാനങ്ങളും ഇഷ്ടമില്ലാത്ത ആളുകളൊക്കെ ഉണ്ടാകാം. മേലധികാരികളാകട്ടെ, ഉദ്യോഗസ്ഥന്മാരാകട്ടെ, കീഴ്ജോലിക്കാരാകട്ടെ, നമ്മളെ വഞ്ചിച്ചവരാകട്ടെ, നമ്മളെ ചതിച്ചവരാകട്ടെ, നമ്മളെ ഉപദ്രവിച്ചവരാകട്ടെ, നമുക്കിഷ്ടമില്ലാത്തവർ നമുക്ക് ചുറ്റിലുണ്ടാകാം. ചിലപ്പോൾ നമ്മുടെ മക്കൾ തന്നെയാകാം. നമ്മൾ വളർത്തി 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 വലുതാക്കി, എന്നാൽ അവർ നന്ദിയില്ലാതെ നമ്മളെ ചവിട്ടി മെതിച്ച് കടന്നുപോയി. അങ്ങനെ കഠിന വേദന സമ്മാനിച്ച മക്കൾ ഹൃദയത്തിൽ നമ്മൾ നൊന്തിരിക്കുമ്പോഴാണ് ആ മക്കൾക്ക് ഒന്നിനു പിറകെ ഒന്നായി തകർച്ച ഉണ്ടാകുന്നത്. അങ്ങനെ തകർച്ച ഉണ്ടാകുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ അതിനെ ഓർത്ത് ഗൂഢമായി സന്തോഷിക്കരുത്. അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ വേണം, അവരിത്തിരി പഠിക്കട്ടെ, ഇത് അവർക്ക് ആവശ്യമായിരുന്നു. ഇങ്ങനെ ചിന്തിച്ച് ഹൃദയത്തിൽ ഗൂഢമായി സന്തോഷിച്ച് നിന്റെ സഹോദരൻ്റെ തകർച്ചയുടെ നാളുകളിൽ നീ ഗർവോടെ ചിന്തിക്കുകയും നീ ഹൃദയത്തിൽ ഗൂഢമായി സന്തോഷിക്കുകയും ചെയ്യരുത് എന്ന് തിരുലിഖിതം പഠിപ്പിക്കുകയാണ്. അങ്ങനെ ചെയ്താൽ ഇന്നല്ലെങ്കിൽ നാളെ ജോസഫിന്റെ ഭവനം തീജ്വാലയും നിന്റെ ഭവനം വൈക്കോലുമായി മാറും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്റെ സഹോദരന്റെ കഷ്ടതയുടെ നാളിൽ നീ ഗർവോടെ സംസാരിക്കരുതായിരുന്നു, സന്തോഷിക്കരുതായിരുന്നു. യൂദായുടെ വിനാശത്തിന്റെ നാളിൽ നീ ആഹ്ലാദിക്കരുതായിരുന്നു. നിന്നെ ഉപദ്രവിച്ചൊരു മേലുദ്യോഗസ്ഥന് തകർച്ച വരുമ്പോൾ, ട്രാൻസ്ഫർ വരുമ്പോൾ, കഠിനമായ തരത്തിലുള്ള കുടുംബ പ്രശ്നങ്ങൾ വരുമ്പോൾ, അവർ കണ്ണുനീരൊഴുക്കുമ്പോൾ ഹൃദയത്തിൽ ഗൂഢമായി സന്തോഷിക്കരുത്. ഇത്തിരി പഠിക്ക്, ഇത്തിരി അനുഭവിക്ക്, എന്നോട് കളിച്ച് ഇങ്ങനെ ഇരിക്കും എന്ന് ചിന്തിച്ച് നിന്റെ ഹൃദയത്തിൽ നീ ഗൂഢമായി സന്തോഷിക്കരുത്. അങ്ങനെ സന്തോഷിച്ചാൽ ഇന്നല്ലെങ്കിൽ നാളെ നിന്റെ കുടുംബത്തിൽ ഈ അനർത്ഥങ്ങളെല്ലാം നിന്റെ കുടുംബത്തിലേക്ക് കയറി വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അനർത്ഥം ഭാവിച്ച നാളിൽ നീ അവരുടെ കവാടങ്ങൾ കടക്കരുതായിരുന്നു. അവന്റെ അനർത്ഥത്തിന്റെ നാളിൽ നീ അവന്റെ വിപത്തിനെ കുറിച്ച് സന്തോഷിക്കരുതായിരുന്നു. അവന്റെ അനർത്ഥത്തിന്റെ നാളിൽ നീ അവന്റെ വസ്തുവകകൾ കവർച്ച ചെയ്യരുതായിരുന്നു. ഹല്ലേലൂയ. അവന്റെ അനർത്ഥത്തിന്റെ നാളിൽ നീ അവന്റെ വസ്തുവകകൾ കവർച്ച ചെയ്യരുതായിരുന്നു. യൂദായ്ക്ക് നാശം ഉണ്ടായപ്പോ ഇതാ ശത്രുതയോടെ കഴിഞ്ഞിരുന്ന ആ കുടുംബം ഇവരുടെ വസ്തുവകകൾ കവർ ചെയ്തെടുത്തിട്ട് പോയി. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾക്ക് കയ്യൊക്കെയുള്ളവൻ കാര്യക്കാരൻ, അല്ലെങ്കിൽ ഇപ്പോൾ ദൈവം നമുക്ക് അനുവദിച്ചു തന്നതിന് സമയമാണ് എന്ന് പറഞ്ഞ് അധർമ്മം പ്രവർത്തിക്കരുത്, അധർമ്മം പ്രവർത്തിക്കരുത്. ഇത് ഇന്നല്ലെങ്കിൽ നാളെ തിരിച്ച് നമുക്ക് തന്നെ വരും. പ്രൈസ് ദി ലോർഡ്. ഇന്നലകളിൽ നാം ചെയ്തു കൂട്ടി ഇതുപോലുള്ള നമ്മുടെ അടുത്തൊരു കുടുംബം തകർന്നപ്പോൾ, നമുക്കിഷ്ടമില്ലാത്തൊരു കുടുംബത്തിൻ്റെ എല്ലാ പദ്ധതികളും പരാജയപ്പെട്ടപ്പോൾ, അല്ലെങ്കിൽ അവർ ഒരുക്കിയ ഓരോ വഴികൾ നശിച്ചപ്പോൾ നാം നമ്മുടെ കുടുംബത്തിരുന്ന് ഗൂഢമായി സന്തോഷിച്ചെങ്കിൽ
നാം അതിനെക്കുറിച്ച് ഗർവോടെ സംസാരിച്ചുവെങ്കിൽ നാം ആ നാളുകളിൽ അവർക്ക് ഇനി അവരൊരിക്കലും തലപൊക്കരുതെന്ന് പറഞ്ഞ് ആ വലിയ കല്ല് അതിൻ്റെ മുകളിലേക്ക് എടുത്തങ്ങ് വെച്ച് അങ്ങനത്തെ ഒരു സ്വഭാവത്തിന് നമ്മൾ അടിമയായിരുന്നെങ്കിൽ വചനം പഠിപ്പിക്കുകയാണ്, ഇന്നല്ലെങ്കിൽ നാളെ നിന്റെ ഭവനം വൈക്കോലും അവരുടെ ഭവനം തീജ്വാലയായി മാറും. കർത്താവ് അത് മാറ്റും. അവൻ്റെ ആളുകളിൽ പലായനം ചെയ്തവരെ വെട്ടിവീഴ്ത്താൻ വഴിത്തിരിവുകളിൽ നീ നിൽക്കരുതായിരുന്നു. കഷ്ടതയുടെ നാളുകളെ അതിജീവിച്ച അവൻ്റെ ആളുകളെ നീ ശത്രുവിന് ഏൽപ്പിച്ചു കൊടുക്കരുതായിരുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് അനേകം ക്രിസ്തീയ കുടുംബങ്ങൾ കല്ല് ശേഷിക്കാത്ത വിധം തീയിൽ വൈക്കോല് കത്തിച്ചാമ്പലായി പോകുന്നത് പോലെ ഒന്നുമല്ലാതായി തീരുന്നതിന് പിന്നിലുള്ള ഒരു കാരണം നിങ്ങളുടെ ശത്രുവിൻ്റെ പതനത്തിൽ നിങ്ങൾ ആഹ്ലാദിച്ചു എന്നുള്ളതാണ്. സുഭാഷിതങ്ങൾ 24:17 വചനം പഠിപ്പിക്കുകയാണ്, നിന്റെ ശത്രുവിൻ്റെ പതനത്തിൽ നീ ആഹ്ലാദിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്റെ ശത്രുവിൻ്റെ പതനത്തിൽ നീ ആഹ്ലാദിക്കരുത്. അങ്ങനെ നീ ആഹ്ലാദിച്ചാൽ വചനം പഠിപ്പിക്കുകയാണ്, നീ സന്തോഷിച്ചാൽ കർത്താവിന് നിന്നോട് അപ്രീതി തോന്നും. ഇതുവരെ നീ ചെയ്ത നീതിയുടെ ജീവിതം വിലയില്ലാത്തതായി മാറും. കർത്താവിന് നിന്നോട് അപ്രീതി തോന്നും. എന്നിട്ട് എന്ത് സംഭവിക്കും? കർത്താവിന് നിന്നോട് അപ്രീതി തോന്നുകയും നിന്റെ ശത്രുവിൽ നിന്ന് കോപമകറ്റി അത് നിന്റെ മേൽ എടുത്തു വെക്കും. പ്രൈസ് ദി ലോർഡ്. അവർക്ക് വരേണ്ട എല്ലാ അനർത്ഥവും കൂടെ നിന്റെ മേൽ എടുത്തു. അപ്പോൾ നിന്റെ ഭവനം വൈക്കോലും അവൻ്റെ ഭവനം തീജ്വാലയായി മാറും. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആവശ്യമില്ലാത്ത അനർത്ഥങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലേക്ക് വിളിച്ചു വരുത്തരുത്. ദൈവ പൈതല് ഈ ലോകത്തുള്ള അവരെ ഇവരെയും പോലെ തന്നിഷ്ടപ്രകാരം ജീവിക്കരുത്. ദൈവ പൈതലിന്റെ ജീവിതത്തിന് ഒരു ചിട്ടയുണ്ട്. ദൈവ പൈതലിന്റെ ജീവിതത്തിന് ഒരു ക്രമമുണ്ട്. ദൈവത്തിൻ്റെ വചനം നൽകുന്ന ക്രമം എന്താ? ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഒരു ദൈവ പൈതലിന് വേണ്ടി ദൈവത്തിൻ്റെ വചനം നൽകുന്ന ക്രമം, അവന് വേണ്ടി പ്രാർത്ഥിക്കുക. നിന്നെ ഉപദ്രവിച്ചവന് വേണ്ടി പ്രാർത്ഥിക്കുക. നിന്റെ ചെകിട്ടത്ത് അടിച്ചവനെ കൊണ്ട് നീ അവന് നാശം വരുമ്പോൾ ശരി എനിക്കിട്ട് അടിച്ചാലും നീ ഒന്ന് അനുഭവിക്ക്, അങ്ങനെ ചിന്തിക്കരുത്. എന്താ ബൈബിൾ പഠിപ്പിക്കുന്നത്? നീ അവന് വേണ്ടി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. അതാണ് റോമാ ലേഖനത്തിൽ 12-ാമത്തെ അധ്യായത്തിൽ 14-ാമത്തെ തിരുലിഖിതത്തിൽ ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്, നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുവീൻ, അനുഗ്രഹിക്കല്ലാതെ അവരെ ശപിക്കരുത്. റോമാ 12:14. ഇത് ദൈവ പൈതൽ ജീവിത ചിട്ടയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മൂക്കയറില്ലാത്ത കാളയെ പോലെയും കടിഞ്ഞാനില്ലാത്ത കുതിരയെ പോലെയും താൻ തോന്നികളായി ഇടമല തിരിച്ചറിവില്ലാത്തവരെ പോലെ അർമാദിച്ച് നടക്കരുത്. ഹല്ലേലൂയ. നമുക്ക് സന്തോഷിക്കേണ്ട വിഷയമല്ല എൻ്റെയും നിങ്ങളുടെയും ഇടതും വലതുള്ളൊരു നാശത്തിൻ്റെ സമയം. അവർക്ക് തകർച്ച, അവർക്ക് വേദന, അവർക്ക് രോഗം, അവർക്ക് കഷ്ടത, അവർക്ക് കണ്ണുനീര്, ഒരുപാട് തരം തകർച്ച വരുമ്പോൾ ഞാനും നിങ്ങളും ചെയ്യേണ്ടത് അവർക്ക് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. എഴുന്നേറ്റ് നിൽക്കാം. ഈ സമയം ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, എനിക്ക് ജഡപ്രകാരം ഒരു സ്വഭാവമുണ്ട്. ജഡപ്രകാരമുള്ള എൻ്റെ സ്വഭാവമാണ് എനിക്ക് വേദന വരുത്തിയവരുടെ നാശം വരുമ്പോൾ സന്തോഷിക്കുക എന്നുള്ളത്. അവനൊന്ന് പഠിക്കട്ടെ അങ്ങനത്തെ ഒരു മനോഭാവം. എന്നെക്കുറിച്ച് ദുഷിച്ച് പറഞ്ഞവരെക്കുറിച്ച് നാശം, അവരുടെ ജീവിതം നാശം സംഭവിക്കുമ്പോൾ എൻ്റെ ഹൃദയം സന്തോഷം തോന്നുക, അതെൻ്റെ ജഡപ്രകാരമുള്ള സ്വഭാവമാണ്. എന്നാൽ എൻ്റെ ദൈവം ഒരിക്കലും ആ സ്വഭാവം ആഗ്രഹിക്കുന്നില്ല. എൻ്റെ ദൈവം എന്നോട് പറഞ്ഞിരിക്കുന്നത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരെ അനുഗ്രഹിക്കുക, അവരുടെ നാശത്തിൽ വേദനിക്കുക. ഹല്ലേലൂയ. 2 കരങ്ങൾ ഉയർത്താം. ദൈവമേ, എൻ്റെ ഈ ദുഷിച്ച സ്വഭാവം മാറണം, ഈ ചള്ളു സ്വഭാവം മാറണം, ഈ ചീത്ത സ്വഭാവം മാറണം. എന്നെ വേദനിപ്പിച്ചവരുടെ നാശം കാണുമ്പോൾ ഉള്ളിൽ ഗൂഢമായ സന്തോഷം. അത് അങ്ങനത്തെ സ്വഭാവം മാറ്റി എനിക്കൊരു നേർ സ്വഭാവം, ഒരു തെളിഞ്ഞ സ്വഭാവം തരണമേ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഓ യേശുവേ, ഈ നിമിഷങ്ങളിൽ ഹൃദയങ്ങളെ സ്പർശിക്കണമേ. ഈ നിമിഷങ്ങളിൽ ഹൃദയങ്ങളെ സ്പർശിക്കണമേ കർത്താവേ. ഈ നിമിഷങ്ങളിൽ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങണമേ കർത്താവേ. ഓ, ഈ ലോകപ്രകാരം വാശിയുടെയും പ്രതികാരത്തിന്റെയും വൈരാഗ്യത്തിന്റെയും ബന്ധനത്തിൽ കടന്ന് ശത്രുവിന്റെ പതനത്തിൽ ആഹ്ലാദിക്കുന്നതാകാനും
ഓരോ തരത്തിലുള്ള ദുർപീഡകളിലിരിക്കുന്ന മകനിൽ നിന്നും മകളിൽ നിന്നും അന്ധകാരത്തിന്റെ അരൂപികളും ലോകത്തിന്റെ സ്വഭാവങ്ങളും വിട്ടുമാറി, ഓ ദൈവമേ, ഒരു തെളിഞ്ഞ ബുദ്ധി, ഒരു തെളിഞ്ഞ ചിന്ത, ഒരു തെളിഞ്ഞ ജീവിതം നൽകണമേ, നൽകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അഗ്നി അയക്കണമേ, തിന്മയെ ദഹിപ്പിക്കുന്ന അഗ്നി അയച്ച് വിശുദ്ധി നൽകണമേ. പരിശുദ്ധാത്മാവേ, കൈയടിച്ച് പരിശുദ്ധാത്മാവേ, നന്നായി കൈയടിച്ച് പരിശുദ്ധാത്മാവേ, ശക്തി അയക്കണമേ പരിശുദ്ധാത്മാവേ. ജനകോടികളെ വീണ്ടും ഉണർത്തണമേ, അത്ഭുതങ്ങൾ മഴയാളങ്ങൾ വീണ്ടും നൽകണമേ. ആദിയിലെ ജനകോടികളെ വീണ്ടും ഉണർത്തണമേ, അത്ഭുതങ്ങൾ മഴയാളങ്ങൾ വീണ്ടും നൽകണമേ. അത്ഭുതമൊഴുകും കൈകൾ എന്നിൽ നീട്ടണമേ, അത്ഭുതമൊഴുകും കൈകൾ എന്നിൽ നീട്ടണമേ. ഉണവിൻ കൊടുക്കാത്തേ നീ വീശണമേ, ഉണവിൻ കൊടുക്കാത്തേ നീ വീശണമേ. തളരും മനസ്സുകളിൽ നീ പുതിയൊരു ജീവൻ നൽകണമേ, തളരും മനസ്സുകളിൽ നീ പുതിയൊരു ജീവൻ നൽകണമേ. വീണ്ടും എനിക്ക് നൽകണമേ പുതിയൊരു ബന്ധ, വീണ്ടും എനിക്ക് നൽകണമേ പുതിയൊരു ബന്ധ. അഭിഷേകത്തിൻ കൈകൾ, അഭിഷേകത്തിൻ കൈകൾ, അഭിഷേകത്തിന്റെ വഴികളിലൂടെ നടത്തണമേ പരിശുദ്ധാത്മാവേ. കൈകൾ പുതിയ ഉണർവിന്റെ അഭിഷേകങ്ങൾ നൽകണമേ പരിശുദ്ധാത്മാവേ. അന്ധകാരത്തിന്റെ വഴികൾ ഉപേക്ഷിക്കാൻ കൃപ നൽകണമേ. കരങ്ങൾ ഉയർത്തി ഉറക്കെ വിളിക്കുന്നു പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ, ലോകപ്രകാരമുള്ള മനസ്സുകളെ ഇപ്പോൾ സ്പർശിക്കണമേ. ലോകപ്രകാരം സ്വഭാവങ്ങളെ ഇപ്പോൾ വിശുദ്ധീകരിക്കണമേ. അന്ധകാരം പടർന്നു കിടക്കുന്ന മനസ്സുകളിൽ നിന്ന് വൈരാഗ്യത്തിന്റെയും പ്രതികാരത്തിന്റെയും ദാർഢ്യത്തിന്റെയും അഹന്തയുടെയും ആധിപത്യങ്ങളും പൊട്ടിപ്പൊടികളും ഇപ്പോൾ തകർത്ത് തകർത്ത് ഛിന്നഭിന്നമാക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ.